الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 171-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം യാ അഹ്ലൽ കിതാബ് അല്ലയോ വേദക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവരെയാണ് ഉദ്ദേശിക്കുന്നത്. ലാ തഖുലു ഫീ ദീനിക്കും നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരു കവിയാൻ പാടില്ല. വലാ തഖൂലു നിങ്ങൾ പറയാൻ പാടില്ല അല്ലാഹുവിന്റെ മേൽ ഇല്ലൽ ഹഖ് യാഥാർത്ഥ്യമല്ലാത്തത് പറയാനും പാടില്ല. അല്ലാഹുവിന് പുത്രനുണ്ട് എന്നുള്ള വാദം പറയാൻ പാടില്ല. അതാണ് ഇന്നമൽ മസീഹു നിശ്ചയമായും മസീഹ് ഈസ ഇബ്നു മറിയം ആ മറിയമിന്റെ പുത്രൻ ആ മസീഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലാകുന്നു. വകലിമത്തു അവന്റെ വചനമാകുന്നു. കുൻ എന്ന അല്ലാഹുവിന്റെ വചനവുമാകുന്നു. വഅൽഖാഹ അതിന് ആ വചനത്തെ അല്ലാഹു ഇട്ടു ഇലാ മറിയം മറിയമിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അവങ്കൽ നിന്നുള്ള ആത്മാവും അല്ലാഹു സൃഷ്ടിച്ച അല്ലാഹു സൃഷ്ടിച്ച ആത്മാവ് ആ മറിയമിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് ആ പറഞ്ഞതിന് ചുരുക്കം. ഒരിക്കലും മറിയമിന്റെ മകൻ ഒരിക്കലും ഈസാ അലൈഹിസ്സലാം അത് ഒരിക്കലും അല്ലാഹുവിന്റെ പുത്രനല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ഫആമിനു ബില്ലാഹി വറസൂലി അതിനാൽ നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും അവന്റെ ആ റസൂലുമാരെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കണം. ഫആമിനു ബില്ലാഹി വറസൂലിഹി അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിന്റെ റസൂലുമാരെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കണം. വലാ തഖൂലു നിങ്ങൾ പറയാൻ പാടില്ല സലാസത്തുൻ മൂന്നെന്ന് പറയാൻ പാടില്ല. ആ ത്രിയേകത്വം നിങ്ങൾ പറയാൻ പാടില്ല. ഇൻതഹു നിങ്ങൾ അതിൽ നിന്നും വിരമിക്കണം. ഖൈറൻ ലക്കും അത് നിങ്ങൾക്ക് ഗുണകരമാണ്. അങ്ങനെ വിരമിക്കുകയാണെങ്കിൽ ഇന്നമല്ലാഹു നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു തആല ഇലാഹുൻ വാഹിദുൻ ഏക ഇലാഹാകുന്നു. സുബ്ഹാനവനത്ര പരിശുദ്ധനാണ്. അയ്യകൂന ലഹു വലദുൻ അവനൊരു പുത്രനുണ്ടാകുക എന്നതിൽ നിന്നും നിങ്ങൾ പുത്രവാദം പറയുന്നുണ്ട്. അതിൽ നിന്നും തികച്ചും പരിപൂർണമായ അല്ലാഹു പരിശുദ്ധനാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ലഹു അവനക്കാണ് മാഫിസ് സമാവാതി വമാഫിൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും മുഴുവനും അവന്റേതാകുന്നു. അതിനൊക്കെയും സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന അതിന്റെ റബ്ബല്ല തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പ്രശ്നമല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പ്രശ്നം മനുഷ്യകുലമേ നിങ്ങൾക്കാണ്. വഖഫാ ബില്ലാഹി വകീല എല്ലാ കാര്യങ്ങളും അത് വരമേൽപ്പിക്കാൻ അല്ലാഹു മതിയായവൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ശക്തമായ താക്കീതാണ് ക്രൈസ്തവർക്ക് അല്ലാഹു ഈ വചനത്തിൽ കൂടി നൽകുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.